വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മിസ്സിന്റെ പേര് അനുശ്രീ എന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ 4ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും കാത്തിരുന്ന LSS എക്സാം ഇതാ വന്നെത്തി. നാളെ നമ്മുടെ LSS എക്സാം ആണ്. അപ്പൊ എല്ലാവരും ഇപ്പൊ അവസാന നിമിഷ റിവിഷനിലൊക്കെ ആയിരിക്കും. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവിഷൻ നടത്തി ഒക്കെ ഒന്ന് ഓടിച്ച് ഓർത്തെടുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. അപ്പൊ മക്കൾ ഇത് നിങ്ങൾക്ക് വേണ്ടി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കല്ലായി കാറ്റായി എന്നുള്ള ചാപ്റ്റർ ഒക്കെ EVS-ലുള്ള ചാപ്റ്റർ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ചാപ്റ്ററിൽ നിന്നൊക്കെ ഈ എക്സ്പെരിമെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ, പരീക്ഷണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ? ഇതെന്തായാലും എക്സാമിന് നിങ്ങൾ ഈ ഒരു ടൈപ്പ് ചോദ്യം പഠിച്ചു പോകേണ്ടത് വളരെ വളരെ നിർബന്ധമാണ് കേട്ടോ. അപ്പൊ എങ്കിലും ഇതാ മക്കളെ, നമ്മുടെ LSS എക്സാമിന് വേണ്ടി സ്കോളർഷിപ്പ് വാങ്ങിക്കണം, എല്ലാവരും വാങ്ങിക്കണം എന്ന് തന്നെയാണ് മിസ്സിന്റെ ആഗ്രഹം. എല്ലാവരും നമ്മുടെ സ്കോളർഷിപ്പ് വാങ്ങിച്ചെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് പറ്റും. കാരണം എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് വാങ്ങിക്കാൻ പറ്റും എന്നുള്ള കാര്യം മിസ്സിന് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കിക്കേ. A balloon is attached to the inside of the mouth of a plastic bottle. ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ കാണാം. ആ പ്ലാസ്റ്റിക് ബോട്ടിന്റെ അകത്തേക്ക് നമ്മൾ ഇതാ ഒരു ബലൂൺ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എയർ ഈസ് ബ്ലോൺ ഇൻ ടു ദ ബലൂൺ. നമ്മൾ എന്ത് ചെയ്തു? ഇത് വീർപ്പിക്കാൻ വേണ്ടി, ആ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളിലേക്ക് വായു നമ്മൾ ഊതി വീർപ്പിക്കാൻ വേണ്ടി നമ്മൾ എയർ ബ്ലോൺ ചെയ്തു. വാട്ട് ഹാപ്പൻസ് ടു ദ ബലൂൺ? അപ്പോൾ ആ ബലൂണിന് എന്താണ് സംഭവിക്കുക? അതാണ് ചോദ്യം. നോക്കിക്കേ, ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ വായ്ഭാഗത്ത് ഉള്ളിലേക്ക് വരത്തക്ക വിധത്തിൽ ഒരു ബലൂൺ ഉറപ്പിക്കുന്നു. വീർപ്പിക്കുന്നതിനായി ബലൂണിലേക്ക് ഊതുന്നു. ബലൂണിന് എന്താണ് സംഭവിക്കുക? നിങ്ങൾ പറഞ്ഞ മക്കളെ, എന്തായിരിക്കും സംഭവിക്കുക? ബലൂണിലേക്ക് നമ്മൾ എയർ ബ്ലോൺ ചെയ്യാണ്. ബലൂൺ നമ്മുടെ ബോട്ടിലിന്റെ അകത്താണുള്ളത്. അപ്പൊ ബലൂൺ വീർക്കുമോ വീർക്കില്ലയോ, അത് ഇൻഫ്ലേറ്റ് ആവോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടായിരിക്കുക? നോക്കിക്കേ, ബലൂൺ വീർക്കില്ല. ബലൂൺ വിൽ നോട്ട് ഇൻഫ്ലേറ്റ് എന്നാണ് പറയുന്നത്. ബലൂൺ വീർക്കില്ല. നിങ്ങൾ എത്ര എയർ വെച്ച് ഊതി നോക്കി കഴിഞ്ഞാലും ആ ബലൂൺ വീർക്കില്ല. എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിക്കേ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ബലൂൺ ഇഫ് ദ എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ മേക്കിംഗ് എ സ്മോൾ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ? കുപ്പിയുടെ താഴ്വശത്തായി ചെറിയ സുഷിരം ഇട്ടതിനു ശേഷം പരീക്ഷണം ആവർത്തിച്ചാൽ ബലൂണിന് എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുക? ഇതവിടെ നോക്കിക്കേ, നമ്മളിതാ ഈ ബോട്ടിലിന്റെ താഴെ നമ്മളിതാ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു. അതായത് കുഞ്ഞൊരു ഹോള്, ഒരു സുഷിരം നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതേ എക്സ്പെരിമെന്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് വീണ്ടും നിങ്ങൾ ആ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി അതിലേക്ക് എയർ ബ്ലോൺ ചെയ്യുക. ഊതി വീർപ്പിക്കാൻ വേണ്ടി വീണ്ടും അതിലേക്ക് എയർ ബ്ലോൺ ചെയ്യുന്ന സമയത്ത് എന്താണ് അപ്പൊ സംഭവിക്കുന്നുണ്ടായിരിക്കുക എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഇപ്പൊ നമ്മുടെ ബോട്ടിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബോട്ടിലിന്റെ താഴെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബലൂൺ വീർക്കുമോ വീർക്കില്ലയോ എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ പറഞ്ഞ എന്താണ് സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? യെസ്, നമ്മുടെ ബലൂൺ വീർക്കൂലേ? രണ്ടാമത്തെ കേസില് ബലൂൺ വിൽ ഇൻഫ്ലേറ്റ്. ബലൂൺ വീർത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? എന്താണ് കാരണം? അതാണ് നമ്മുടെ ചോദ്യം. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഇതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ നിങ്ങൾ എല്ലാവരും അതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതിപ്പോ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നല്ലേ? എന്തായിരിക്കും മക്കളെ റീസൺ? ഒന്ന് പറഞ്ഞ എല്ലാവരും, എന്തായിരിക്കും അതിനുള്ള റീസൺ? നിങ്ങൾക്ക് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് കേസില് നമ്മൾ ഒന്നാമത്തെ കേസ് പറഞ്ഞ സമയത്ത് നമ്മുടെ ബോട്ടിലിന്റെ, ഇതാണ് നമ്മുടെ ബോട്ടില്. ഈ ബോട്ടിലിനകത്ത് ഇതാ ബലൂൺ നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബലൂൺ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിലേക്ക് നമ്മൾ എയർ ബ്ലോൺ ചെയ്യുന്ന സമയത്ത്, നമ്മൾ വായു കടത്തി ഊതി വീർപ്പിക്കുന്ന സമയത്ത് ഈ ബലൂൺ ഇവിടെ വീർത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ എയർ ഇല്ലേ? നമ്മുടെ എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലെല്ലാം അകത്ത് എയർ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള എയറിന് പുറത്ത് പോകാൻ വഴിയില്ല. അപ്പൊ ആ എയറിനെ മാറ്റാതെ ഈ ബലൂൺ ഇങ്ങനെ വീർത്ത് വരാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ കേസിൽ ബലൂൺ വീർക്കാതിരുന്നത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഈ ബോട്ടിലിന്റെ താഴെ നമ്മൾ ഇതാ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുത്തു അല്ലെ? ഒരു ദ്വാരം ഇട്ട് കൊടുത്തപ്പോൾ ഇതിനകത്തുള്ള എയറിനൊക്കെ എന്ത് സംഭവിച്ചു? പുറത്തേക്ക് പോകാൻ ഒരു വഴി കിട്ടി. അപ്പൊ അവർക്ക് അതിന്റെ പുറത്തേക്ക് പോകാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബലൂൺ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾ രണ്ടാമത്തെ സമയത്ത് ഊതിക്കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരാൻ സാധിക്കും. അതാണ് നമ്മുടെ റീസൺ. അപ്പൊ നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ആയിട്ട് മിസ്സിന്റെ മക്കൾ എങ്ങനെയാണ് എഴുതി വെക്കുക? നോക്കിക്കേ, എയർ എസ്കേപ്സ് ത്രൂ ദ ഹോൾ. അവിടെ എന്താ സംഭവിച്ചത്? എയർ ഹോളിലൂടെ പുറത്തേക്ക് പോയില്ലേ? ദ്വാരത്തിലൂടെ വായു പുറത്തേക്ക് പോകുന്നു. ആസ് ദ
എയർ ഇൻ ദ ബോട്ടിൽ ഗോസ് ഔട്ട് ത്രൂ ദ ഹോൾ, എയർ എൻറ്റേഴ്സ് ദ ബലൂൺ. അതിന്റെ അകത്തുനിന്ന്, ബോട്ടിലിന്റെ അകത്തുനിന്ന് വായു പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വീർപ്പിക്കുന്ന വായുവിന് അതിന്റെ അകത്തേക്ക് കയറാൻ സാധിക്കുന്നു അല്ലെ. കുപ്പിയിലെ വായു ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ ബലൂണിന്റെ ഉള്ളിലേക്ക് വായു കടക്കുന്നു. ലാസ്റ്റ് പോയിന്റ് എന്താണ്? എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് അല്ലെ. വായു ആണെങ്കിലും വാതകത്തിന്റെ പ്രത്യേകതയാണ് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് കേസിൽ ബലൂൺ വീർത്തില്ല, ഹോൾ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ബലൂൺ വീർത്ത് വന്നത്. അതുകൊണ്ടാണ് എന്താണ്? എയർ നീഡ് സ്പേസ് ടു ഓക്യുപ്പൈ. എയറിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അത് മാത്രമല്ല, ഹോൾ ഇട്ട് കൊടുത്തപ്പോൾ അകത്തുള്ള എയറിന് പുറത്തേക്ക് പോകാൻ പറ്റി. അപ്പൊ നമ്മൾ വീർപ്പിക്കുന്ന എയറിന് അകത്തേക്ക് കയറാൻ പറ്റി. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഔട്ട് ഓഫ് ദ ഫോളോവിങ് വിച്ച് കാൻഡിൽ വിൽ എക്സ്റ്റിങ്ക്യൂഷ് ഫസ്റ്റ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മെഴുകുതിരി ആയിരിക്കും ആദ്യം കെടുന്നത് അല്ലെങ്കിൽ അണയുന്നത്? ഇവിടെ 4 മെഴുകുതിരികൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു ബോട്ടിലല്ല, ഏതോ ഒരു കണ്ടെയ്നർ വെച്ച് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് മെഴുകുതിരി ആയിരിക്കും ആദ്യം കെടുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ മക്കൾ, ഇതിൽ ആരായിരിക്കും ആദ്യം കെടുന്നത്? പറഞ്ഞ നിങ്ങള്. നമുക്കറിയാം നമ്മുടെ എയറിന്, നമ്മുടെ ഏതൊരു വസ്തുവും കത്താൻ വേണ്ടി, ബേൺ ചെയ്യാൻ വേണ്ടി എന്താവശ്യമാണ്? എയർ ആവശ്യമാണ്. എയറിലുള്ള ഓക്സിജൻ ആവശ്യമാണ് അല്ലെ. ഓക്സിജൻ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും കത്തുന്നത്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ മെഴുകുതിരി നോക്കുന്ന സമയത്ത് അത് അടച്ചു വെച്ചിട്ടില്ല. നമ്മുടെ കണ്ടെയ്നർ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ ആ പാത്രം വെച്ച് നമ്മൾ അടച്ചു വെച്ചിട്ടില്ല. അപ്പൊ അതിന് എയർ എല്ലാ സൈഡിൽ നിന്നും അതിന് എന്ത് കിട്ടും? എയർ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് കത്തിക്കൊണ്ടേയിരിക്കും. അത് കത്തല് അതിന് കെടുന്നില്ല അല്ലെ. കേടാനുള്ള അവസരം അവിടെ ഇല്ല. ഇനി നിങ്ങൾ അതേ സമയം നോക്കിക്കോളൂ, എ എന്ന് പറയുന്ന മെഴുകുതിരി നോക്കിക്കേ. അതിന് നമ്മളിത് ഒരു പാത്രം വെച്ച് നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പേസേ ഉള്ളൂ അല്ലെ, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് കുറച്ച് എയറേ ഉള്ളൂ. ആ എയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ മെഴുകുതിരി കെട്ടുപോകും. ഇവിടെ സി നോക്കിക്കേ, ഇവിടെ കുറച്ചും കൂടെ വലിയൊരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ അതിനെ മൂടി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുറച്ചും കൂടെ, നമ്മൾ എയിൽ കണ്ടേക്കാൾ കുറച്ചുകൂടെ അധികം എയർ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്, കുറച്ചു നേരം കൂടെ കത്തി കഴിഞ്ഞിട്ടേ അത് പിന്നെ കെടുന്നുള്ളൂ അല്ലെ. ലാസ്റ്റ് ഡി നോക്കിക്കുക, അതിൽ വലിയൊരു പാത്രം വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ അപ്പൊ നമ്മള് കണ്ടതിൽ കൂടുതൽ എയർ ഉണ്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ എയർ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കത്തിയതിന് ശേഷമേ ആ മെഴുകുതിരി അണയുള്ളൂ. എയർ കിട്ടിയില്ലെങ്കിൽ എന്തായാലും അണഞ്ഞു പോവും. അപ്പൊ അതുവരെ നമുക്ക് അതിനുള്ളിലുള്ള എയർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ കുറച്ചധികം എയർ ഉണ്ട്, ഇതിൽ അതിനേക്കാൾ കുറവാണ് എയർ. നമ്മുടെ എയിലാണ് ഏറ്റവും കുറവ് എയർ ഉള്ളത്. അപ്പൊ അതായിരിക്കും പെട്ടെന്ന് കത്തി തീരുന്നത്, പെട്ടെന്ന് അണഞ്ഞു പോകുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നമ്മളോട് ചോദിച്ചത് എന്താ? ഏത് മെഴുകുതിരിയാണ് ആദ്യം കെട്ടുപോകുന്നത് എന്നല്ലേ. അപ്പൊ ഓപ്ഷൻ എ, ആദ്യത്തെ മെഴുകുതിരിയാണ് കെട്ടുപോകുക. കാരണം അതിൽ ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുള്ളത്. അതിനുള്ളിൽ കുറച്ച് എയറേ ഉള്ളൂ. അപ്പൊ ആ എയർ ഉപയോഗിച്ച് കത്തിക്കഴിഞ്ഞാൽ ആ മെഴുകുതിരി ആദ്യം കെടും. ബാക്കിയുള്ള എല്ലാ കേസിലും എയർ കുറച്ചധികം ഉണ്ട്. അപ്പൊ കുറച്ചു നേരം കൂടെ കത്തി കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യുള്ളൂ? അണഞ്ഞു പോകുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ക്ലിയർ ആയോ? എങ്കിൽ ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒബ്സർവ് ദ ഫിഗർ. വൈ ഡിഡ് വാട്ടർ ഡ്രോപ്പ് സീൻ ഓൺ ദ സർഫസ് ഓഫ് ഗ്ലാസ്? ഇവിടെ ഒരു ചിത്രം നിരീക്ഷിക്കുക. ആ ചിത്രം നിങ്ങൾ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക. എന്താണ്? ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് ഐസ് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ടല്ലേ. നിങ്ങൾ വീട്ടിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൽ ഐസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒരുപാട് ഹോൾസ്, ഒരുപാട് വാട്ടർ ഡ്രോപ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വാട്ടർ ഡ്രോപ്സ് ആ ഗ്ലാസിന്റെ പുറത്ത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് വരുന്നത് എന്നാണ് ചോദ്യം. എന്തുകൊണ്ടായിരിക്കും? അതൊന്നുമില്ല. എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിൽ എന്തുണ്ട്? ജലബാഷ്പങ്ങൾ ഉണ്ടല്ലേ. അതായത് വാട്ടർ വേപ്പർ ഉണ്ട്. ആ വേപ്പർ എന്ത് ചെയ്യും? തണുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? വാട്ടർ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ പാത്രത്തിൽ മാറി, നമ്മുടെ ബോട്ടിലും ചുറ്റും ഇങ്ങനെ പറ്റി പിടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മുടെ ഈ പാത്രത്തിന്റെ പുറത്ത് ഇങ്ങനെ വാട്ടർ ഡ്രോപ്സ് വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ അന്തരീക്ഷത്തിലുള്ള എന്താണ്? വാട്ടർ വേപ്പർ എന്ത് സംഭവിക്കുന്നു? വാട്ടർ വേപ്പർ കൂള് ചെയ്തിട്ട് തണുത്തിട്ട് എന്തായിട്ട് മാറുന്നു? വാട്ടർ ഡ്രോപ്സ് ആയിട്ട് മാറുന്നു. വാട്ടർ വേപ്പർ കൂളായി കഴിഞ്ഞാൽ വാട്ടർ ഡ്രോപ്സ് ആവുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാട്ടർ ഡ്രോപ്സ് ആണ് നമ്മൾ ഈ ബോട്ടിന്റെ പുറത്ത് കാണുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? എങ്കിൽ ഇതാ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഫൈൻഡ് ദ മിസ്സിംഗ് വേർഡ്സ്. ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള 2 വേർഡ്സ് കാണാൻ സാധിക്കും, എയും ബിയും. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ ഈസിയാണ് മക്കളെ. എന്താണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നോക്കിക്കേ, ഐസ്. നമ്മുടെ ഐസിനെ നമ്മള് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ടാണ് മാറുക? ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഐസ് ഉരുകി അത് എന്തായിട്ട് മാറും? യെസ്, വാട്ടർ ആയിട്ട് മാറും, അഥവാ ജലമായിട്ട് മാറും അല്ലെ.
നിങ്ങൾ വീണ്ടും ആ ജലത്തെ നന്നായിട്ട് ഹീറ്റ് ചെയ്യണം. വീണ്ടും നമ്മൾ നന്നായിട്ട് തീ കൊടുത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ജലം എന്തായിട്ട് മാറും? യെസ്, അത് നമ്മുടെ വാട്ടർ വേപ്പർ ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇനി തിരിച്ചതാ നിങ്ങൾ ഈ വാട്ടർ വേപ്പർ നിങ്ങളിത് തിരിച്ച് കൂൾ ചെയ്യാൻ പോവാണ്. തിരിച്ച് നിങ്ങൾ ആ നീരാവിയെ തണുപ്പിക്കുന്നു. തണുപ്പിക്കുമ്പോൾ എന്താണ്, അത് തിരിച്ച് വീണ്ടും എന്തായിട്ട് മാറും? നീരാവി തണുത്താൽ, ഇപ്പൊ നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ കണ്ടു, ആ നീരാവി തണുത്തിട്ട് എന്തായിട്ട് മാറുന്നു? യെസ്, വാട്ടർ ആയിട്ട് മാറുന്നു. പിന്നെ വാട്ടറിനെ എന്ത് ചെയ്താലാണ് വീണ്ടും അത് ഐസ് ആയിട്ട് മാറുന്നത്? ആ ബി എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് വീണ്ടും കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് ആ വാട്ടർ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഐസ് ആയിട്ട് മാറുക? വാട്ടറിന് ഐസ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യാ? യെസ്, വീണ്ടും നമ്മൾ തണുപ്പിക്കൂല്ലേ? കൂൾസ്. വീണ്ടും നമ്മൾ തണുപ്പിക്കുന്നു. ആ ജലത്തെ നമ്മൾ വീണ്ടും തണുപ്പിക്കുന്നു. അപ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ഐസ് ആയിട്ട് മാറുന്നു. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർ അഥവാ ജലമാണ്. ബി എന്ന് പറയുന്നത് കൂൾസ് അഥവാ തണുപ്പിക്കുന്നു. ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയയാണ് അവിടെ ബി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാം എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ എഴുതുക. എല്ലാവരും സ്കോളർഷിപ്പ് വാങ്ങിക്കുക. മിസ്സിന്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോളൂ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.